ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ പോയിക്കോ സിനി, കുറച്ചെങ്കിലും കഴിക്കുമ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കുറച്ച് സമയം എന്നെ വിട്ടേക്ക്, അല്ലെങ്കിൽ ദേഷ്യമോ സങ്കടമോ എന്താ വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ദൗർബല്യമായിട്ടൊന്നും കാണണ്ട. രണ്ടുപേർക്കൂടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ അകത്തേക്ക് വയ്ക്കോ. അതാണ് രണ്ടുപേർക്കും നല്ലത്. ഞങ്ങള് പോയിക്കോളാം. അല്ലെങ്കിലും ഞാനും എന്റെ കുടുംബവും മാളത്തിലൊളിച്ച പോലെയാണല്ലോ ഇവിടെ കഴിയുന്നേ. ഞങ്ങൾ ഒളിച്ചിരുന്നോണ്ട് മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടായാൽ മതി. നീ വാടി. നവീൻ, എന്തിനാ ഇവറ്റകളൊക്കെ സഹിക്കുന്നേ? എത്ര കാലമായി എല്ലാവരും ഇവര് പരിഹസിച്ചോണ്ട് നടക്കുന്നു. പോട്ടമോളെ, കാര്യമാക്കണ്ട. എല്ലാവരും നമ്മളെപ്പോലെ നല്ലത് ചിന്തിക്കണമെന്നില്ലല്ലോ. ദൂഷ്യം പറയാൻ ശീലിച്ചവര് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളത് കേട്ടില്ല എന്ന് കരുതിയാ മതി. വിടണം. ഇത്തരക്കാർക്കുള്ള മറുപടി നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാന്നുള്ളതാ. അസൂയക്കാരുടെയൊക്കെ കണ്ണു പൊട്ടട്ടെ, കാണിച്ചു കൊടുക്കാം നമുക്ക്. അല്ലേ മുത്തശ്ശി? അത് തന്നെയാ. ഇത്തരം സംസാരങ്ങൾക്കൊക്കെ ഒരു സമയമുണ്ട്. കുറച്ചു നാള് കഴിയുമ്പോ അത് അവര് തന്നെ അവസാനിപ്പിച്ചോളൂ. ഹലോ, എന്താമ്മേ? നന്ദ, നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഞാൻ അല്പം കഴിയുമ്പോ വരുമേ. കുട്ടികളെ ഒന്നില്ലേ? മംഗളായിട്ട് വീട്ടിൽ കയറിയില്ലേ? അവര് വന്നു. പക്ഷേ കാര്യങ്ങളൊന്നും അത്ര മംഗളമായിരുന്നില്ല. എന്തുപറ്റി? ശാപങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷവും ഇങ്ങനെയൊരു നിമിത്തം ഉണ്ടാവുക എന്ന് പറയുന്നത് മനസ്സ് വല്ലാതൊന്നുടഞ്ഞു. അമ്മേ, ഈ മഴ പെയ്ത് തോരുമ്പോ മരം പെയ്യുന്നൊരു രീതിയില്ലേ? ചിലപ്പോ അതുപോലെ ആയിരിക്കും. ഇത്രയും വലിയൊരു ശാപം അകന്നു പോയപ്പോ അതിലെന്തൊക്കെയോ ബാക്കി തങ്ങി നിൽക്കുന്നു എന്ന് കരുതിയാ മതി. ഞാനിപ്പൊ നിന്നെ വിളിച്ചത് നവീന്റെ കൂടെ ഇപ്പൊ ഇവിടേക്ക് വന്നിരിക്കുന്നത് കൃഷ്ണ തന്നെയാണോന്നൊന്ന് ഉറപ്പിക്കാനാ. രാവിലെ നീ ചെല്ലുമ്പോ ഹോസ്പിറ്റലില് ആ കുട്ടി തന്നെയായിരുന്നില്ലേ? അതിലൊരു തർക്കവുമില്ല. കൃഷ്ണയെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞതാ. അമ്മ, നവീന്റെ കൂടെ കൃഷ്ണ തന്നെയാ. അമ്മ സമാധാനായിട്ടിരുന്നു. സമാധാനിക്കാൻ ശ്രമിച്ചിട്ടും ആവുന്നില്ല. മനസ്സെന്തോ വല്ലാതെ. അമ്മേ, നിർമ്മലയോ നിർമ്മലയുടെ കൂടെയുള്ളവരോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പെരുപ്പിക്കുന്നതിന്റെ പേരില് അമ്മ മനസ്സിൽ ഭീതി വളർത്തണ്ട. അമ്മയുടെ കാര്യം മാത്രമല്ല, ഒത്തുകിട്ടിയ സുമിത്രയുടെയും നവീന്റെയും ഗാഥമോളുടെയും മനസ്സ് വെട്ടി മുറിവേൽപ്പിക്കാൻ ഒരു മടി ഉണ്ടാവില്ല അവർക്ക്. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മ ഇനി മനസ്സിലെ സംശയം കളഞ്ഞേക്ക്. അമ്മയുടെ മുമ്പിൽ കളരിക്കലുള്ളത് ഇപ്പൊ കൃഷ്ണമോള് തന്നെയാ. അത് 100 തരം. ഈശ്വര, അത് കേട്ടാ മതി. ബാക്കിയൊക്കെ നീ വന്നിട്ട് സംസാരിക്കാം. ഞാൻ ഫോൺ വെക്കുവാണേ. എല്ലാം നന്നായി വരണേ ദൈവമേ. എന്താ സിനി, ഇപ്പോ ടെൻഷനൊക്കെ അവസാനിച്ചില്ലേ മാം? എല്ലാരും ആഗ്രഹിച്ച പോലെ
ഗാതമ്മയുടെ കളരിക്കലെത്തിയില്ലേ? മാം, ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായില്ലേ? ഞാൻ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്ക്. എനിക്ക് വിശപ്പില്ല സിനി. ഇനി ഇങ്ങനെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും ഈ സങ്കടമൊക്കെ മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചല്ലേ പറ്റുള്ളൂ. പ്ലീസ് മാം. സിനി, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ഉള്ളീന്നൊരു ചോദ്യം. മുമ്പൊക്കെ ഒരു കാര്യം ചെയ്താല് അത് ശരിയാണെന്ന് ഞാൻ ആരുടെ മുന്നിലും തർക്കിച്ച് ജയിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോ എന്നോട് പോലും തർക്കിച്ച് ജയിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ മോളുടെ ആഗ്രഹം നടത്തി കൊടുത്തു, അമ്മ ജയിച്ചു. പക്ഷേ അത് ജയമൊന്നുമല്ല. ഏറ്റവും വലിയ തോൽവിയാണെന്ന് കൃഷ്ണയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മാം, നമുക്കിനി ഗാതമേടത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. ഇടയ്ക്ക് വന്ന ഒരു അതിഥിയായിട്ട് കൃഷ്ണയെ മറന്നു കളയണം. അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. മാം വന്ന് കഴിക്കാൻ നോക്ക്. നീ പോയിക്കോ സിനി. കുറച്ചെങ്കിലും കഴിക്കും മാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കുറച്ച് സമയം എന്നെ വിട്ടേക്ക്. അല്ലെങ്കിൽ ദേഷ്യമോ സങ്കടമോ എന്താ വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പ്ലീസ്. നാളെ വരും. ഓക്കെ. ശരി, ഓക്കെ. മാഡം, വേറൊന്നും തോന്നരുത്. കൃഷ്ണ സർപ്പബലിയിൽ പങ്കെടുക്കുന്നോണ്ട് ഞങ്ങളെല്ലാവരും വലിയ വിഷമത്തിലായിരുന്നു. എന്താ ഉണ്ടാകാന്ന് അറിയില്ലായിരുന്നല്ലോ. മാത്രമല്ല, കൃഷ്ണ ഇല്ലാത്തോണ്ട് തങ്കേച്ചിയുടെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാ 3-4 ദിവസമായിട്ട് ഞാൻ വരാതിരുന്നെ. സിത്താര മാം എന്തെങ്കിലും പറയൂ. സുനന്ദ ജോലിക്ക് കയറിക്കോളൂ. അല്ല മാഡം, സിത്താര മാമിനെ കണ്ട് ഞാനൊന്ന് പറഞ്ഞിട്ട്. സിത്താര മാമിനെ സുനന്ദ ഇപ്പൊ കാണണ്ട. മാം നല്ല മാനസികാവസ്ഥയിലല്ല. കൃഷ്ണയെ പറഞ്ഞുവിട്ട വിഷമം കൊണ്ടായിരിക്കുമല്ലേ? ആ, ആണെന്ന് തോന്നുന്നു. അപ്പോ കൃഷ്ണയെ മാഡത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? മാഡം കൃഷ്ണയെ ഗാഥാ മാഡത്തെ പോലെ തന്നെ കാണാൻ തുടങ്ങി അല്ലേ? സുനന്ദയ്ക്ക് അടുക്കളയിൽ ചെല്ലാനും ജോലി തുടങ്ങാനും ഈ ചോദ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അല്ല മാഡം, കൃഷ്ണമോളുടെ കാര്യമായതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നോക്കൂ സുനന്ദ, ഞാനിപ്പോ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. സുനന്ദ ചെല്ല്.